അവരുടെ സംസാര രീതിയുമെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അനുവദിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിനനുസരിച്ച് ചോദ്യം ചോദിക്കാനുള്ള ആളുകൾ കടന്നു വരണം എന്ന് ഉണർത്തുകയാണ്. എൻ്റെ പേര് നവാസ്, സ്ഥലം ചെമ്മാട്. എനിക്ക് ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തും അനുഷ്ഠിച്ചു പോകുന്ന ഒരു കർമ്മം, അത് നമ്മൾ പ്രത്യേക സമയം വെച്ചിട്ട് ആ സമയത്തിൽ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ അത് ഇസ്ലാമികമാണോ അതല്ല അനിസ്ലാമികമാണോ? സഹോദരന്റെ ചോദ്യത്തിന് ബഹുമാന്യൻ പണ്ഡിതൻ ഫൈസൽ മൗലവി ഉത്തരം പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ബഹുമാനനായ അനിയൻ ചോദിച്ചത്, അള്ളാഹുവിൻ്റെ റസൂലോ സ്വഹാബത്തോ ചെയ്യാത്ത അല്ലെങ്കിൽ സമയം നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ സമയം നിശ്ചയിച്ചാൽ അത് അനിസ്ലാമികമാണോ ബിദ്അത്താണോ എന്നാണ്. സമയം നിശ്ചയിക്കപ്പെടാതെ യഥാർത്ഥത്തിൽ ഒന്നും നടക്കൂല. നമ്മളെ ബാനറിലുണ്ട് സമയം. ഒരു സമയം നിശ്ചയിച്ചിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചത്. ദിവസം നിശ്ചയിക്കാറുണ്ട്, സമയം നിശ്ചയിക്കാറുണ്ട്, സ്ഥലം നിശ്ചയിക്കാറുണ്ട്. ഇനിയിപ്പോ ഈ സമയമൊക്കെ റസൂൽ നിശ്ചയിച്ചതാണോ എന്ന സംശയം കൊണ്ടാണ് ചോദ്യമെങ്കിൽ, സമയം നിശ്ചയിക്കുന്നു എന്നുകൊണ്ട് മാത്രമല്ല അനിസ്ലാമികമായി മാറുന്നത്. നേരെ മറിച്ച് ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഏതൊക്കെ സമയങ്ങൾക്കാണ്, ഏതൊക്കെ എണ്ണത്തിനാണ്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ്, എപ്പോഴൊക്കെയാണ്, എന്തൊക്കെ പ്രതിഫലമാണ് ഉള്ളത് എന്ന് പറയാൻ അള്ളാഹുവിനും അവന്റെ റസൂലിനും മാത്രമാണ് അധികാരമുള്ളത്. ആ റസൂല് തന്നെ അള്ളാഹുവിന്റെ വഹയു പ്രകാരമേ അത് പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ പറഞ്ഞിട്ടുമില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. സൂറത്തുൻ നജ്മിലെ 3-4 ആയത്തുകളിൽ അല്ലാഹു തആല അത് വ്യക്തമായി പഠിപ്പിച്ചു. വഹയു പ്രകാരമല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മതത്തിന്റെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുമില്ല. അതുകൊണ്ട് പ്രത്യേക പുണ്യമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കാത്ത ഒരു സമയം, ഒരു പ്രത്യേക പുണ്യമായി നാം നിശ്ചയിക്കുന്നുവെങ്കിൽ അത് അനിസ്ലാമികമാണ്. പ്രത്യേക പുണ്യമായി പ്രവാചകൻ പഠിപ്പിക്കാത്തൊരു എണ്ണം ആ നിലയ്ക്ക് പുണ്യകർമ്മമായി നാം നിശ്ചയിക്കുന്നുവെങ്കിൽ അതും അനിസ്ലാമികമാണ്, ബിദ്അത്താണ്. സ്ഥലവും അങ്ങനെ തന്നെ. ഒരു ഉദാഹരണം പറയാം. ഇമാമു ദാറുൽ ഹിജ്റ എന്നറിയപ്പെട്ട ഇമാം മാലിക് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, മിൻ ഐന ഉഹ്രിമു, ഞാൻ എവിടെ നിന്നാണ് ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? ഇമാം മാലിക്കിന്റെ മറുപടി, മിനൽ മീഖാത്ത് അല്ലദീ വഖത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ചു തന്ന മീഖാത്ത് ഏതാണോ ആ മീഖാത്തിൽ നിന്നാണ് നീ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ഇദ്ദേഹം 2, 3, 4 തവണ ഈ ചോദ്യം ഇദ്ദേഹം ആവർത്തിച്ചു. ഇമാം മാലിക് ആ മറുപടിയും ആവർത്തിച്ചു. ശേഷം ചോദ്യകർത്താവ് ചോദിച്ചു, ഒരൽപ്പം ദൂരെ നിന്ന് ഞാൻ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ എനിക്ക് വല്ല പ്രശ്നവുമുണ്ടോ? ഇമാം മാലിക്കിന്റെ മറുപടി, അഖാഫു അലൈക്കൽ ഫിത്ന, ഒരൽപ്പം അകലെ നിന്ന് നീ ഇഹ്റാമിൽ പ്രവേശിക്കുന്നുവെങ്കിൽ അഖാഫു അലൈക്കൽ ഫിത്ന, ഞാൻ നിനക്ക് ഫിത്ന ഭയപ്പെടുന്നു എന്നാണ്. നിനക്ക് ഞാൻ ഫിത്ന ഭയപ്പെടുന്നു. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, വഅയ്യു ഫിത്നത്തിൻ ഫീ സിയാദത്തിൽ ഖൈർ, ഖൈർ വർദ്ധിപ്പിക്കുന്നതിൽ എന്ത് ഫിത്നയാണുള്ളത്? നല്ല കാര്യമല്ലേ? നല്ല കാര്യം വർദ്ധിപ്പിക്കുന്നതിൽ എന്ത് ഫിത്നയാണുള്ളത്? ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞത്, അല്ലാഹു തആല പറയുന്നു, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്ക്
വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ അവർക്കൊരു ഫിത്ന ബാധിക്കുമെന്നോ വേദനയേറിയ ശിക്ഷ അനുഭവിക്കുമെന്നോ അവർ പേടിച്ചു കൊള്ളട്ടെ. എന്നിട്ട് ഇമാം മാലിക് പറയുന്നു, വഅയ്യു ഫിത്നത്തിൻ അക്ബറു, എന്തു ഫിത്നയാണ് ഇതിനേക്കാളും വലിയതുള്ളത്? ഏതിനേക്കാൾ? മിൻ അന്നക ഖസ്സസ്ത ബിഫദ്ലിൻ ലം യഖ്തസ്സ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂല് ഒരു പ്രത്യേക പുണ്യമായി നിശ്ചയിച്ചിട്ടില്ലാത്ത ഒന്നിൽ നിന്റെ വക നീ പുണ്യം നിശ്ചയിക്കുന്നു. അതിനേക്കാളും വലിയ ഫിത്ന ഇനി മറ്റെന്താണുള്ളത് എന്ന. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യം നിശ്ചയിക്കാത്ത ഒന്നിൽ നിന്റെ വക പുണ്യം നിശ്ചയിക്കുന്നുവെങ്കിൽ അതിനേക്കാളും വലിയ ഫിത്ന മറ്റെന്തുണ്ട്? മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം മാലിക് റഹിമഹുള്ളയുടെ ഈ ചോദ്യം ഉദ്ധരിക്കപ്പെട്ടത് ഇങ്ങനെയാണ്: വഅയ്യു ഫിത്നത്തിൻ അഅ്ളമു മിൻ അൻ തറാ അന്ന ഇഖ്തിയാറക ലിനഫ്സിക ഖൈറുൻ മിൻ ഇഖ്തിയാരില്ലാഹി വറസൂലിഹി. നീ തിരഞ്ഞെടുത്തതാണ് അല്ലാഹുവും റസൂലും തിരഞ്ഞെടുത്തതിനേക്കാളും ഖൈറ് എന്ന് അഭിപ്രായപ്പെടുന്നതിനേക്കാളും വലിയ ഫിത്ന മറ്റെന്താണുള്ളത്? അതുകൊണ്ട് അങ്ങനെ സവിശേഷത കൽപ്പിച്ചുകൊണ്ടാണോ എങ്കിൽ അനിസ്ലാമികമാണ്. അതൊന്നുമല്ല. ഈ മുഖാമുഖം ഇവിടെ വെച്ചാലും സമം തന്നെ, റോഡിന് അങ്ങേ സൈഡ് വെച്ചാലും സമം തന്നെ, പ്രത്യേകിച്ച് സവിശേഷത ഒന്നുമില്ല എന്നാണോ? അത് ഇന്നായാലും വേണ്ടില്ല, നാളായാലും വേണ്ടില്ല, ഇന്നലെ ആയിരുന്നെങ്കിലും പ്രശ്നമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒഴിവുള്ള ദിവസം ഇന്നാണ് എന്ന് ഒത്തുകിട്ടിയത് കൊണ്ട് ഇന്നായി എന്നേയുള്ളൂ എന്ന നിലക്കാണോ എങ്കിൽ ബിദ്അത്തല്ല. അതേസമയം റബീഉൽ മാസം പറഞ്ഞല്ലോ, അതുകൊണ്ട് തലപ്പാറങ്ങാടിയിൽ ഈ ചൊവ്വാഴ്ച ഒരു നബിദിനം സംഘടിപ്പിച്ചാൽ അല്ലെങ്കിൽ മുഖാമുഖം സംഘടിപ്പിച്ചാൽ അത് പ്രത്യേകമായ പുണ്യമുള്ളതാണ് എന്ന നിലക്കാണോ എങ്കിൽ ഇതും ബിദ്അത്തായി മാറും എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. സഹോദരന് കൂടുതലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ചെയ്യാത്ത കർമ്മങ്ങൾ എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ചെയ്ത കർമ്മങ്ങൾ നമ്മൾ പ്രത്യേക സമയം നിശ്ചയിച്ച് ചെയ്യുകയാണെങ്കിൽ അത് ഇസ്ലാമികാണോ അനിസ്ലാമികാണോ? അതെന്നെ പറഞ്ഞു, അനിസ്ലാമികാണോ. തങ്ങൾ ഈ പറഞ്ഞ വിശദീകരണത്തോടു കൂടി അല്ലാഹു റസൂൽ ചെയ്തതാവട്ടെ ചെയ്യാത്തതാവട്ടെ, ചെയ്തതിന് എണ്ണമുണ്ടോ നബി തങ്ങൾ പറയും, പ്രത്യേകമായ സമയമുണ്ടോ നബി തങ്ങൾ പറയും, പ്രത്യേകമായ സ്ഥലമുണ്ടോ നബി തങ്ങൾ പറയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം. മീഖാത്തിൽ നിന്നാണ് ഇഹ്റാം കെട്ടേണ്ടത്. എന്തുകൊണ്ട്? അല്ലദീ വഖത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മീഖാത്തായി നിശ്ചയിച്ച മീഖാത്തിൽ നിന്ന് നീ ഇഹ്റാം ചെയ്യുക. അപ്പൊ നബി ചെയ്തതാണ്. പിന്നെന്താ ഇദ്ദേഹത്തിന്റെ ചോദ്യം? ഒരു അല്പം കൂടെ അപ്പുറത്തുനിന്ന് കെട്ടിയാൽ വല്ല കുഴപ്പമുണ്ടോ? അപ്പോഴാ പറഞ്ഞത്, അതെ, എനിക്ക് ഞാൻ ഫിത്ന ഭയപ്പെടുന്നു. ഇവിടെ നബിതങ്ങൾ ചെയ്ത കാര്യം തന്നെ, പക്ഷേ നബിതങ്ങൾ ചെയ്തേക്കാൾ കുറച്ചും കൂടെ അപ്പുറത്ത് ചെയ്തിട്ട് കുറച്ചും കൂടെ കൂലി നേടാനാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. അതാണോ ചോദ്യം. ഖൈർ വർദ്ധിപ്പിക്കുന്നതിൽ എന്ത് ഫിത്നയുണ്ട്? അപ്പൊ ഖൈറാണ് നബിതങ്ങള് യലംലമിൽ നിശ്ചയിച്ചു. നമ്മെ പോലുള്ള രാജ്യക്കാർക്ക്, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഹജ്ജിന് വരുന്ന ആളുകൾക്ക് യലംലമ മീഖാത്തായി നിശ്ചയിച്ചു. നമ്മൾ വിചാരിക്കുക ഒരു 10 കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് ത്വായിഫിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ ജിദ്ദയുടെ കുറച്ച് ഇപ്പുറത്തുള്ള യലംലം, അതിനെയും കുറച്ച് മുമ്പ് നിന്ന് തന്നെ കെട്ടാം, കുറച്ചും കൂടി കൂലിട്ടോലോ എന്നാണോ എങ്കിൽ അത് പാടില്ല എന്നാണ് ഇമാം മാലിക് അധ്യാപനം. അതല്ല, അവനോട് ഇറങ്ങാൻ സൗകര്യമില്ല, എത്തിപ്പെടാൻ കഴിഞ്ഞില്ല, അവൻ വിമാനത്തിലാണ്, യലംലമെത്തുമ്പോൾ കൃത്യമായി അറിയാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് അവന് സൗകര്യം നോക്കി കുറച്ച് നേരത്തായി പോയാലോ, അതല്ല ഈ വകുപ്പിൽ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. നബിതങ്ങൾ നിശ്ചയിക്കാത്തൊരു എണ്ണം ആ കർമ്മത്തിന് വെച്ചാൽ, നബിതങ്ങൾ നിശ്ചയിക്കാത്തൊരു പുണ്യം അതിനൊരാൾ കൽപ്പിച്ചാൽ, നബിതങ്ങൾ നിശ്ചയിക്കാത്തൊരു സ്ഥലം അത് നിശ്ചയിച്ചാൽ, പ്രവാചകൻ നിശ്ചയിക്കാത്തൊരു മഹത്വം അതിന് സ്വന്തം വക നിശ്ചയിച്ചു കൊടുത്താൽ അവിടെയെല്ലാം മതത്തിൽ കൂട്ടിച്ചേർക്കലായി മാറുന്നു. ഏതുപോലെ നാരിയാസ്വലാത്തിന് നിങ്ങളൊക്കെ പോലുള്ള ആളുകൾ പറഞ്ഞു പ്രചരിപ്പിച്ച് സമൂഹത്തെ പഠിപ്പിക്കുന്ന എന്താ? അതിന് പ്രത്യേകമായ എണ്ണവും പ്രത്യേകമായ കൂലിയും പ്രത്യേകമായ മഹത്വവും ചൊല്ലേണ്ട രീതിയും നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പഠിപ്പിക്കുന്നു. അതെല്ലാം മതത്തിന്റെ ഭാഗമായി കൊണ്ടടക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അത് ബിദ്അത്തായി മാറുന്നു. നബിദിനാഘോഷത്തിലും അങ്ങനെ തന്നെയാണ്. റബീഉൽ മാസത്തിന് സവിശേഷത കൽപ്പിക്കുന്നു, 12-ന് സവിശേഷത കൽപ്പിക്കുന്നു. അത് ഇവിടെ വിശദീകരിച്ചു. ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമാണ് എന്ന് വരെ എഴുതി വെക്കുന്നു. അത് ആഘോഷിക്കാത്തവൻ പുത്തൻവാദിയായി പരിചയപ്പെടുത്തപ്പെടുന്നു. ഇതിനു വേണ്ടി ആയത്തുകളും ഹദീസുകളും ദുർവ്യാഖ്യാനിക്കപ്പെടുന്നു. മറുഭാഗത്ത് ഇത് ആദ്യകാലത്ത് ഇല്ല എന്ന് പറയുകയും ചെയ്യുന്നു. ഇന്നും സുപ്രഭാതം പത്രത്തിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് 4 ആയത്താ കൊടുത്തത്. 4 ആയത്ത്
എന്നാൽ ഈ ചോദിച്ച ചോദ്യകർത്താവ് പഠിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം ഇറങ്ങിയ മാസിക പറഞ്ഞെന്താ, ആദ്യകാലങ്ങളിൽ അത് പതിവില്ല എന്നാണ്. ആദ്യകാലങ്ങളിൽ പതിവില്ല എന്ന് പറയുന്നു, എന്നാൽ ആയത്തുണ്ട് എന്നും പറയുന്നു. അവിടെ തന്നെ വൈരുദ്ധ്യം ബോധ്യമാകുന്നു. ആ നിലക്ക് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ലാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, അവരാരും നിശ്ചയിച്ചിട്ടില്ലാത്ത പുതിയ രൂപമോ ഭാവമോ എണ്ണമോ സ്ഥലമോ പോരിശയോ ഏതൊരു കർമ്മത്തിന് അത് ഇസ്ലാമിന് സ്ഥിരപ്പെട്ട കർമ്മമാവട്ടെ അല്ലാത്ത കർമ്മമാവട്ടെ ഒരാൾ നിശ്ചയിക്കുന്നുവെങ്കിൽ അത് അനിസ്ലാമികമാണ്, അത് ബിദ്അത്താണ്. പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഷ്ഠിച്ച കാര്യങ്ങളും അത് നബി അനുഷ്ഠിക്കാത്ത പ്രത്യേക സമയങ്ങളിൽ നമ്മൾ സമയം വെക്കലും അതേമാതിരി വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും നടത്തലൊക്കെ അനിസ്ലാമികമാണെന്ന് പറഞ്ഞു. പ്രത്യേക പുണ്യം കാംക്ഷിച്ചുകൊണ്ട്, അതാണ് പ്രധാനം. കൂലി കാംക്ഷിച്ചുകൊണ്ട് പ്രത്യേക കൂലി കാംക്ഷിച്ചു, അത് വിടാൻ പാടില്ല. പ്രത്യേക കൂലി കാംക്ഷിച്ചുകൊണ്ട് ചെയ്യല് അനിസ്ലാമികമാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തൊക്കെ ഈ താലീമുകളിലൊക്കെ അഹ്ലു സുഫയുടെ രീതികളായിരുന്നു കണ്ടുപോന്നിരുന്നത്. അപ്പൊ അതിന് പ്രത്യേക സമയങ്ങളില്ല, പ്രത്യേക ക്യാമ്പസുകളില്ല, പ്രത്യേക പ്രായപരിധികളില്ല. ഏത് സമയത്തും ആർക്കും എപ്പോഴും ഒന്ന് പഠിക്കാം, ഇവർ എങ്ങനെ പഠിക്കാം, പ്രത്യേക എക്സാമുകളില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിന്ന് വ്യത്യസ്തമായിട്ടാണ് ദഅവത്തിന്റെ സ്വീകരിച്ചു പോകുന്നത്. അതായത് മാസികകൾ ഇറക്കുന്നു, ഒരുപാട് ആധുനിക സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ദഅവത്ത് ചെയ്യുന്നു. ഇതൊക്കെ അനുവദിക്കുന്നു. നമ്മളും നിങ്ങളും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മള് മഹബത്തിന്റെ കാര്യങ്ങളിൽ മാത്രം, മഹബത്ത് പ്രകടിപ്പിക്കുന്നിടത്തുള്ള വ്യത്യാസങ്ങൾ മാത്രം അനിസ്ലാമികമാവുന്നത് എങ്ങനെയാണ്? അല്ല സുഹൃത്തെ, അതാണ് ഞാൻ ഊന്നി പറഞ്ഞത്. പ്രത്യേക പുണ്യം നിങ്ങൾക്ക് അത് തിരിയാത്തോണ്ടായി ചോദ്യം ഉണ്ടാവും, എനിക്ക് ആദ്യം അറിയാം. അതുകൊണ്ട് ഊന്നി പറഞ്ഞ പ്രത്യേക പുണ്യം മഹബത്തിന് മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ മുഖാമുഖം ഈ തലപ്പാറയിൽ റോഡിന് ഈ സൈഡിൽ വെച്ചാൽ പ്രത്യേകമായി കൂലി കിട്ടും അപ്പുറത്ത് വെക്കുന്നതിനേക്കാൾ എന്നാണോ ബിദ്അത്തായി? തിങ്കളാഴ്ച മമ്പുറത്ത് സ്വലാത്തിന് പോയാല് ചെമ്മാട്ടിന് ചൊല്ലിനേക്കാളും കൂലി കിട്ടും എന്നാണോ ബിദ്അത്തായി? അതാ പ്രത്യേകത. ചെമ്മാട്ടിൽ ഒരാൾ ബസ് കയറിപ്പോയി കണ്ട് മമ്പുറത്തേക്ക് സ്വലാത്തിന്, ഈ പോണ വഴിക്ക് മമ്പുറം എത്തുമ്പോഴേക്ക് അയാൾക്ക് 500-1000 സ്വലാത്തല്ല. പക്ഷെ അതൊന്നുമില്ലാതെ ഈ സാധു അങ്ങോട്ട് കയറി പോകുന്നത് ഇവിടുന്ന് ചെല്ലുന്നതിനേക്കാളും നല്ലത് അവിടെ പോയി ചെല്ലുമ്പോഴാണ്. അപ്പൊ പ്രത്യേക പുണ്യം കാംക്ഷിച്ചു. എന്നാ ഒരാൾ മമ്പുറത്തിന് എല്ലാം പാടില്ല വെച്ചാലോ? ഒരുത്തം ബസ് പോവാണ്, ചെമ്പാട്ടിൽ നിന്ന് തുടങ്ങി കോട്ടക്കര വെറുതെ ഇരിക്കുക, സ്വലാത്തും നിൽക്കും ദുആയ്ക്കൊക്കെ പോയി പോണ വഴിക്ക് മമ്പുറം ഉണ്ടാവും, അവിടെ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. മമ്പുറത്തെ നിർത്തണമെന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആ പ്രത്യേക പുണ്യം എന്ന് പറഞ്ഞത് അതാണ് ഇമാം മാലിക്കിന്റെ മറുപടി. അല്ലാഹുവിന്റെ റസൂല് പ്രത്യേകമായി പഠിപ്പിക്കാത്ത ഒന്നിനെ നീ പ്രത്യേകമാക്കുന്നു, അതിനേക്കാളും വലിയ ഫിത്ന മറ്റെന്തുണ്ട്? അതാണ് പ്രത്യേക പുണ്യം എന്ന് പ്രത്യേകം പറഞ്ഞത്. അതൊന്നുമില്ലേ വകുപ്പ് മാറും. ഒരാൾക്ക് എപ്പോഴും സുബ്ഹാനല്ലാഹ് ചൊല്ലാം, എപ്പോഴും അൽഹംദുലില്ലാഹ് ചൊല്ലാം, അതാ ഇസ്ലാമിന്റെ അസ്വദി. ഒരാൾ പോകുന്ന ബസ്സിൽ കയറി കോഴിക്കോട്ടേക്ക് പോവാണ്, അയാൾ ബസ്സിൽ അങ്ങനെ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലി അങ്ങനെ കോഴിക്കോട് എത്തി അയാൾക്ക് പോയി. എന്നാൽ അയാൾ പുസ്തകം എഴുതാം, തലപ്പാറയിൽ കോഴിക്കോട്ടേക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് ചൊല്ലൽ സുന്നത്താകുന്നു എന്ന് പറഞ്ഞാലോ ബിദ്അത്തായി മാറി. ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിൽ നോമ്പെടുക്കാം, ഹറാമായ ദിവസങ്ങളല്ലാത്ത മറ്റേത് ദിവസത്തിനും നോമ്പെടുക്കാം. എന്നാൽ ഒരാൾ തിങ്കളാഴ്ച നോമ്പെടുക്കുന്നു എങ്കിൽ പ്രത്യേക പുണ്യമുണ്ട്. എന്തുകൊണ്ട്? പ്രവാചകൻ പഠിപ്പിച്ചു. വ്യാഴാഴ്ച നോമ്പെടുക്കുന്നു, എന്തുകൊണ്ട്? പ്രവാചകൻ പഠിപ്പിച്ചു, അപ്പോൾ പ്രത്യേക പുണ്യമുണ്ട്. എന്നാൽ മൂന്നാമതൊരു മുസ്ലിയാര് എല്ലാ വെള്ളിയാഴ്ചയും നോമ്പെടുക്കുന്നു, എന്തുകൊണ്ട്? അയാൾ വിചാരിച്ചു വ്യാഴാഴ്ചയേക്കാൾ കുറച്ചു നല്ല വെള്ളിയാഴ്ചയാണ്, അതിനെ സൃഷ്ടിക്കപ്പെട്ട ദിവസവുമാണ് വെള്ളിയാഴ്ച, അതുകൊണ്ട് വെള്ളിയാഴ്ച ജുമുഅയ്ക്കുള്ളതല്ലേ, ഒരുപാട് മഹത്തുള്ളതല്ലേ, ഞാൻ ആയാലും വെള്ളിയാഴ്ച നോക്കുകയാണ്, അതാണ് കൂടുതൽ ഉത്തമം എന്ന നിലയ്ക്ക് എല്ലാ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിലോ അത് ബിദ്അത്താണ്. ബാങ്ക് വിളിച്ചതിന് ശേഷം സ്വലാത്ത് ചൊല്ലിയാൽ സുന്നത്താണ്, കൂലി കിട്ടും. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ബാങ്ക് കേട്ടാൽ മുഅദ്ദിൻ പറയുന്ന പോലെ പറയുക, പിന്നെ നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. അപ്പോൾ ബാങ്കിന് ശേഷം സ്വലാത്ത് ചൊല്ലിയാൽ സുന്നത്തായി, എന്നാൽ ബാങ്കിന് മുമ്പ് സ്വലാത്ത് ചൊല്ലിയാലോ അത് ബിദ്അത്തായി. എന്തുകൊണ്ട്? നബി തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിൽ നിസ്കരിക്കാം, നമസ്കാരം പാടില്ല എന്ന് പറഞ്ഞ സമയങ്ങളല്ലാത്ത ഏത് സമയത്തും നിസ്കരിക്കാം. സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല, സൂര്യൻ മധ്യത്തിലാകുമ്പോൾ നിസ്കരിക്കാൻ പാടില്ല, സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോൾ നമസ്കരിക്കാൻ
നിസ്കരിക്കാൻ പാടില്ല. ഈ പാടില്ലാത്ത സമയമല്ലാത്ത ഏത് സമയത്തും സ്വതന്ത്രമായി ആർക്കും നിസ്കരിക്കാം. എന്നാൽ ഒരുത്തൻ വാദിക്കാണ് ഉച്ചക്ക് 3 മണിക്ക് ഒരു 5 റക്അത്ത് നിസ്കാരം സുന്നത്താണ് എന്ന് പറഞ്ഞാലോ അത് ബിദ്അത്തായി മാറി, അത് കുറ്റം കിട്ടണമായി മാറി, അനിസ്ലാമികമായി മാറി. എന്നതുപോലെ ഏത് കാര്യം അത് മഹബത്തിലുമുണ്ട്, അത് തഅലീമിലുമുണ്ട്, അത് തഅല്ലുമിലുമുണ്ട്, അത് ദർസിലുമുണ്ട്. അത് ഏത് ഇബാദത്തിനും ഇസ്ലാമിന്റെ അടിസ്ഥാനം അത് തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നപ്പോൾ ഭാര്യ നോമ്പുകാരിയാണ്. പ്രവാചകൻ ചോദിച്ചു, എന്താണ് നോമ്പെടുക്കുന്നത്? ഭാര്യയുടെ മറുപടി, വെള്ളിയാഴ്ചയാണല്ലോ. ഹബീബിന്റെ ചോദ്യം, നീ ഇന്നലെ നോറ്റിരുന്നുവോ? ഇല്ല. നാളെ നോക്കാൻ ഉദ്ദേശമുണ്ടോ? ഇല്ല. എങ്കിൽ ഫഅഫ്തിരി, നീ നോമ്പ് മുറിച്ചു കളയുക. എന്തേ കാരണം? അങ്ങനെ സവിശേഷ നോമ്പില്ല. ഉണ്ടെങ്കിൽ നബി തങ്ങൾ പഠിപ്പിക്കണം. തിങ്കളാഴ്ച മാത്രം നോൽക്കാൻ പറ്റുമോ? പറ്റും. എന്തുകൊണ്ട്? പ്രവാചകൻ പഠിപ്പിച്ചു. വ്യാഴാഴ്ച മാത്രം പറ്റുമോ? പറ്റും. എന്തുകൊണ്ട്? നബി തങ്ങൾ പഠിപ്പിച്ചു. ചൊവ്വാഴ്ച മാത്രമായി തിരഞ്ഞെടുത്ത് സവിശേഷത കൽപ്പിച്ച് നോൽക്കാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ട്? അല്ലാഹു റസൂൽ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഒരാള് ഇടവിട്ട ദിവസം നോൽക്കുന്നു, അപ്പോൾ അയാള് ഒരു വ്യാഴാഴ്ച നോറ്റു, വെള്ളിയാഴ്ച ഇല്ല. ശനിയാഴ്ച നോറ്റു, ഞായറാഴ്ച ഇല്ല. തിങ്കളാഴ്ച നോറ്റു, ചൊവ്വാഴ്ച ഇല്ല. ബുധനാഴ്ച നോറ്റു, വ്യാഴാഴ്ച ഇല്ല. അങ്ങനെ ഇടവിട്ട ദിവസങ്ങൾ അങ്ങനെ നോൽക്കുന്നുവെങ്കിലോ വളരെ നല്ലതാണ്. അല്ലാഹുക്ക് ഇഷ്ടപ്പെടുന്ന നോമ്പാണ്, ഒരു പ്രശ്നവുമില്ല. ഇതാണ് ദീനിന്റെ അസ്ല്. അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. പേര് അമീർ ഹുസൈൻ, ചമ്മാടാണ് സ്വദേശം. നവാസ് ചോദിച്ച ചില കാര്യങ്ങളിലാണ് ചോദിക്കാനുള്ളത്. മറ്റൊരു ചോദ്യം ഉദ്ദേശിച്ച് വന്നതായിരുന്നു. ചില വാക്കുകൾ കേട്ടപ്പോൾ ചോദിക്കാൻ തോന്നിയതാണ്. ഇപ്പോൾ പറഞ്ഞു വച്ചത്, പ്രത്യേക പുണ്യമുണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ ആഘോഷിക്കുന്നത് കൊണ്ട് പ്രത്യേക പുണ്യമുണ്ട് എന്ന വിശ്വാസപ്രകാരമാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് അനിസ്ലാമികമാണ്. പ്രത്യേക പുണ്യമൊന്നുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബിദിനാഘോഷം കാലങ്ങളായി ചെയ്തു വരുന്നത് റബീഉൽ അവ്വൽ 12-ലാണ്. അതിൽ പ്രത്യേകമൊന്നും പുണ്യമില്ല. റബീഉൽ അവ്വൽ 12-ലും റബീഉൽ അവ്വൽ മാസത്തിലുമാണ് അത് നടന്നു വരുന്നത്. അങ്ങനെയാണ് നടന്നു വരുന്നത് എന്ന വിശ്വാസപ്രകാരം ചെയ്താൽ പ്രശ്നമില്ല എന്നാണ് വിശദീകരണത്തിൽ നിന്ന് മനസ്സിലായത്. സുന്നികൾ ഇതുവരെ എവിടെയെങ്കിലും റബീഉൽ അവ്വൽ മാസത്തിൽ നടത്തുന്നത് കൊണ്ട് പ്രത്യേക പുണ്യമുണ്ട് എന്ന് എഴുതി വെച്ചതായി കാണിക്കാൻ കഴിയുമോ? പ്രത്യേക പുണ്യമുണ്ട് എന്ന് സുന്നികൾ എവിടെയെങ്കിലും എഴുതി വെച്ചതായി കാണിക്കാൻ കഴിയുമോ? നിങ്ങൾ ഇപ്പോഴല്ലാതെ തൊട്ട് അടുത്ത മുമ്പത്തെ മിനിറ്റിലും ഇനി നാളെ നേരം വെളുത്താൽ നിങ്ങൾ എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. എല്ലാ മുസ്ലിയാക്കന്മാരും, ഈ നാട്ടിലെ എല്ലാ മനുഷ്യന്മാരും, നിങ്ങളെപ്പോലത്തെ മോലയന്മാര് മോദേട്ടാൾ പറഞ്ഞു കൊടുത്തിട്ട് അബീലവര് ഒന്നായാൽ തുടങ്ങിയല്ലോ. എല്ലാ പള്ളിയും അലങ്കരിക്കുന്നു, എല്ലാ സ്ഥലത്തും പ്രത്യേകമായ ജാഥയും ആഘോഷമൊക്കെ തുടങ്ങുന്നു. അത് ആഘോഷിക്കാത്തവനെ പുത്തൻവാദിയായും സ്നേഹമില്ലാത്തവനായും ഒക്കെ വെക്കുന്നു. അതന്നെ പ്രത്യേകം. ഇനി പ്രത്യേക പുണ്യുണ്ട്, ആ വാക്കെന്നെ എഴുതിക്കോളുന്നില്ല, എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി ഒരു പുണ്യുണ്ട് എഴുതിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ചെയ്തിയും കാട്ടിക്കൂട്ടിലും മുഴുവൻ അങ്ങനെ. ഇവിടെ വായിച്ചു, ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമാണ് ആ ദിവസത്തിന്. അത് മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അത് മാത്രം മതി. ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ള രാവായി പകലായി പരിചയപ്പെടുത്തി ആ നിനക്ക് സമൂഹത്തിലേക്ക് കൊടുക്കുന്നതോട് കൂടി തന്നെ പ്രത്യേക പുണ്യം വന്നു. ഇനി വേറെ പ്രത്യേക പുണ്യം ഉണ്ട് എന്ന് വാക്ക് തന്നെ അങ്ങനെ തന്നെ എഴുതിക്കണമെന്നില്ല. മാത്രമല്ല ആ സമയം പോലും പരിഗണിക്കുന്നു. നബി തങ്ങൾ ജനിച്ച സമയം എന്ന് പറഞ്ഞിട്ട് സുബഹിക്ക് മുമ്പ് എണീറ്റ് പള്ളിക്ക് നോച്ചപ്പാടുണ്ടാക്കുന്നത് എന്താ? നബി ജനിച്ച സമയമാണ് എന്ന് പറഞ്ഞു. സുബഹിന്റെ സമയത്ത് നബി ജനിച്ചത് എന്ന് പറഞ്ഞ് സുബഹിന്റെ സമയം പ്രത്യേകം തന്നെ എടുക്കുന്നു. ഇങ്ങനെ ഓരോന്നിനും സവിശേഷത കൽപ്പിക്കുന്നു. ഇന്നതൊക്കെ കഴിഞ്ഞ് കാലങ്ങളായി, നൂറ്റാണ്ടുകളായി നാട്ടിൽ നടന്നു വരുന്ന ഈ ഒരു ആഘോഷത്തെ, ആചാരത്തെ, അത് തൽക്കാലം ഒരു ചോദ്യത്തിന് മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം ഞങ്ങൾ പ്രത്യേക പുണ്യം എഴുതിച്ചതുണ്ടോ എന്ന ഒരു ന്യായം കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പറ്റിയതല്ല. അത് ഈ നാട്ടിലെ മനുഷ്യന്മാർക്കടക്കം മനസ്സിലാകും എന്നാണ് സുഹൃത്തിനോട് സൂചിപ്പിക്കാനുള്ളത്. ഒരു സംഗതി ഇസ്ലാമികവും അനിസ്ലാമികവുമാകാനുള്ള മാനദണ്ഡമായി പരിചയപ്പെടുത്തിയത് പ്രത്യേക പുണ്യമുണ്ട് എന്ന വിശ്വാസമുണ്ടെങ്കിൽ അത് അനിസ്ലാമികമാണ്. പ്രത്യേക പുണ്യമില്ല എന്ന വിശ്വാസമാണെങ്കിൽ അത് ഇസ്ലാമികമാണ് എന്നാണ് വിശദീകരിക്കപ്പെട്ടത്. എന്നാൽ സുന്നികൾ എവിടെയെങ്കിലും റബീഉൽ അവ്വൽ 12-ന് നടത്തുന്നത് കൊണ്ട് പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിശദീകരിച്ചിട്ടുണ്ടോ? കാരണം അതാണ് ഒരു സംഗതി ഇസ്ലാമികമാവാനും അനിസ്ലാമികമാകാനുള്ള മാനദണ്ഡം. അത് എവിടെയെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ? അതന്നെ പറഞ്ഞത്. ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമാണ്. പ്രത്യേകം അതിനപ്പുറത്തായപ്പോ പ്രത്യേകത്തിനും അപ്പുറമായി. പ്രത്യേക പുണ്യല്ല, അതിനും അപ്പുറത്ത്
ലൈലത്തുൽ ഖദറിന് പ്രത്യേക പുണ്യമുണ്ട്. അതിനേക്കാൾ അപ്പുറത്ത് ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുള്ളതാണ് എന്ന് പറഞ്ഞിട്ടാണ് സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അത് തന്നെ 100% ബിദ്അത്താവാൻ മതിയായതാണ്. റബീഉൽ അവ്വൽ മാസത്തിലെ ജനിച്ച ആ ദിവസത്തിന് ആ സമയത്തിന് പ്രത്യേകതയുണ്ട് എന്ന് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതല്ല സംശയം. ആ സമയത്ത് ഈ പരിപാടി റബീഉൽ അവ്വൽ 12 ഈ പരിപാടി നടത്തുന്നത് കൊണ്ട് പ്രത്യേക പുണ്യമുണ്ട് എന്ന് സുന്നികൾ എവിടെയെങ്കിലും വിശദീകരിച്ചതായിട്ട് കാണാൻ കഴിയുമോ? ഒരു പുണ്യവും ഇല്ലാന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനത്തെ പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല, പ്രത്യേക പുണ്യമില്ല എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷേ കാലങ്ങളായിട്ട് മുസ്ലിം സമൂഹം ചെയ്തു വരുന്ന ഒരു നടപടിയാണത്. അതെ, ആ പക്ഷയാണ് പ്രശ്നം. ആ പക്ഷയാണ് പ്രശ്നം. പ്രത്യേക പുണ്യമില്ലാന്ന് വിശ്വസിക്കുന്നത് പക്ഷേ ആ പക്ഷയാണ്. ആ പക്ഷ ഒഴിവാക്കിക്കോളി, പ്രശ്നം തീർന്നു. ഞങ്ങളൊക്കെ 364 ദിവസവും സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. 364 ദിവസവും പ്രവാചകനെ പറ്റി സ്മരിക്കുന്നുണ്ട്. 364 ദിവസവും പ്രവാചകന്റെ പേരിൽ അല്ലാഹുവും റസൂലും എന്തെല്ലാം മഹത്വങ്ങളും ആദരവുകളും വകവെച്ചു കൊടുക്കാൻ പഠിപ്പിച്ചുവോ അതെല്ലാം പുലർത്തുന്നുണ്ട്. സ്വന്തത്തെക്കാളേറെ, മാതാപിതാക്കളെക്കാളേറെ, മക്കളെക്കാളേറെ കൊല്ലത്തിലെ എല്ലാ നിമിഷങ്ങളിലും ആ പ്രവാചകരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ നിങ്ങളും ചെയ്തോളി. ആർക്കും തർക്കമുണ്ടോ? ഇവിടെ വിഷയം നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ. കൊല്ലത്തിന് മുഴുവൻ നബിനെ സ്മരിക്കൽ അനിസ്ലാമികം എന്നല്ല എഴുതിയിട്ടുള്ളത്. കൊല്ലം മുഴുവൻ നബിയെ പ്രശംസിക്കൽ അനിസ്ലാമികം എന്നല്ല എഴുതിയത്. കൊല്ലം മുഴുവൻ നബിയെ സ്നേഹിക്കൽ അനിസ്ലാമികം എന്നല്ല എഴുതിയത്. നബിദിനാഘോഷം എന്ന ആ പേര് വരുന്നതോടുകൂടി തന്നെ പ്രത്യേകമായി അങ്ങനെ ആ പേര് വെച്ചാൽ തന്നെ മൗലിദ് എന്ന നെയ്യത്തോടു കൂടി തന്നെ അത് പ്രത്യേകമായി മാറി. നീ കുടിക്കുമ്പോ ഞാൻ കള്ളി കുടിക്കുന്നു പറയണമെന്നില്ല, എടുത്ത് കുടിച്ചാൽ മതി എന്നാ തന്നെ കള്ളായി. ഇവിടെ മാനദണ്ഡം വിശദീകരിച്ചത് ഒരു പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അനിസ്ലാമികം, അല്ലെങ്കിൽ ഇസ്ലാമികം എന്നാണ് വിശദീകരിച്ചത്. അതുകൊണ്ട് ആ മാനദണ്ഡം കൃത്യമായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കണം. അങ്ങനെ എഴുതിയ ഉദ്ധരണി വായിക്കാൻ കഴിയുമോ? അത് അതിനെ സുഹൃത്തെ പറഞ്ഞത്. ഒരുപാട് സ്ഥലങ്ങളിൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യം ഇതാ, ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമാണ് എന്ന് എഴുതി. മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തേക്കാൾ ആനന്ദദായകമായ മറ്റൊരാഘോഷമേ ഇല്ല. ആ ദിവസമല്ല, മറ്റൊരാഘോഷമേ ഇല്ലാന്നാ. എങ്ങനെ? മുസ്ലിങ്ങളെ പറ്റിയാണ്. നിങ്ങൾക്ക് ബാധകാണോ എനിക്കറിയില്ല. മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബിയുടെ ജന്മദിനത്തേക്കാൾ ആനന്ദദായകമായ മറ്റൊരാഘോഷമേ ഇല്ല. അപ്പൊ ആഘോഷത്തെ പറ്റിയാണ്. അതുകൊണ്ടാണ് നബിദിനാഘോഷം അനിസ്ലാമികം തന്നെ. എന്നിട്ട് പറയാം, വിശ്വവിമോചകന്റെ പിറവി വിശ്വമഖിലത്തിലും ലഭിച്ച മഹത്തായ ഒരു അനുഗ്രഹമായിരുന്നു. നിസ്തുലമായ ഈ അനുഗ്രഹത്തിൽ സന്തോഷിക്കാതിരിക്കാൻ വിശ്വാസികൾക്ക് യഥാർത്ഥത്തിൽ കഴിയില്ല. അപ്പോൾ വ്യക്തമായി എഴുതി, മുസ്ലിങ്ങൾക്ക് മുഹമ്മദ് നബിയുടെ ജന്മദിനത്തേക്കാൾ ആനന്ദദായകമായ മറ്റൊരാഘോഷമേ ഇല്ല. ആഘോഷമില്ല എന്ന് പോലില്ല, ആഘോഷമേ ഇല്ല. അപ്പൊ വേറെ ഒരാഘോഷവും ഇതിനടുത്തേക്ക് എത്തൂല. അല്ലാഹു ഈ വിശ്വവിമോചകൻ നമ്മളെ പഠിപ്പിച്ച എന്താ? ലഖദ് അബ്ദലകുമുല്ലാഹു ഖൈറൻ മിൻഹാ. അല്ലാഹു തആല ഏറ്റവും ഖൈറായ 2 ദിവസങ്ങൾ നിങ്ങൾക്ക് ആഘോഷിക്കാൻ തന്നിരിക്കുന്നു, ഈദുൽ ഫിത്ർ വ ഈദുൽ അദ്ഹ എന്നാണ്. ഇവിടെ പറഞ്ഞതോ ഇതിനേക്കാളും ആനന്ദദായകമായ ഒരു ആഘോഷമേ ഇല്ല എന്നാണ്. അതോടുകൂടി തന്നെ അത് 100% ബിദ്അത്തായി മാറി. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളും വെച്ചുകൊണ്ട് ഇനി അന്നത്തെ ഓരോ ആഘോഷവും ആ നിലയ്ക്ക് തന്നെയാണ് കാണപ്പെടുന്നത്. അബീദ് പറക്കുന്നതോട് കൂടിയാണല്ലോ ഈ വക എല്ലാ രീതികളും എല്ലാ ചർച്ചകളും കൊണ്ടുവരുന്നത്. മാത്രവുമല്ല, ഒന്നുകൂടെ വായിച്ച, നേരത്തെ വായിച്ചത് പോരെങ്കിൽ ഒന്നുകൂടെ വായിച്ചതാ. എന്താ? ഓരോന്നും കുറിച്ച് പ്രത്യേകം പറയാം. അന്ന് ചെയ്യുന്ന ഓരോരോ സൗകര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവിടെ പറയുന്നു. ഒന്ന്, പത്തിരി വരവ് ശ്രദ്ധേയമാകുന്നു. ജില്ലയിലെ പ്രവാചക സ്നേഹികളെ വീടുകളിൽ നിന്ന് മദ്ഹു റസൂൽ പരിപാടിയിലേക്ക് എത്തുന്ന അന്നദാനത്തിലുള്ള പത്രിയുടെ വരവ് ഈ വർഷവും ശ്രദ്ധേയമാകും.
പരിപാടിക്കെത്തുന്ന ആയിരക്കണക്കിന് പ്രവാചക സ്നേഹികൾക്ക് അന്നദാനം നൽകുന്നത് ഈ പത്തിരിയും സംഘാടക സമയത്ത് തയ്യാറാക്കുന്ന മാംസവും ഉപയോഗിച്ചാണ്. അന്നേ ദിവസം അടിമാലിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വീട്ടുകാരും മുത്തനബിയെ സ്നേഹിക്കുന്ന സ്ത്രീകളും രാവിലെ മുതൽ തന്നെ പത്തിരി ഒരുക്കാനുള്ള ശ്രമങ്ങളിൽ മുഴുകും. അതിനുവേണ്ടി പൊടി തയ്യാറാക്കി പത്തിരി ചുട്ടെടുത്ത് ഇവിടെ എത്തിക്കുന്നത് വളരെ പുണ്യകരമായ കർമ്മമായിട്ടാണ് എല്ലാവരും കാണുന്നത്. വളരെ പുണ്യകരമായ കർമ്മമായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയാൽ എന്തെല്ലാന്നറിയോ, ഇഷ്ടം പോലെ വെറുതെ അതൊക്കെ വായിപ്പിച്ചിപ്പോ ഈ അറിയാത്ത മനുഷ്യന്മാര് അതും കൂടി കേൾക്കുന്ന അവസ്ഥ വേണോന്ന് ആലോചിച്ചാൽ മതി. മദ്ഹുർ റസൂൽ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം അവർക്ക് സ്പെഷ്യലാ. അപ്പൊ ഇങ്ങനെ ധാരാളം, അതുകൊണ്ടല്ലേ ഇപ്പൊ ഇന്നത്തെ സുപ്രഭാതത്തിന് ഹമീദ് പൈസ എഴുതി കഴിഞ്ഞ മാസം എഴുതിയിട്ടില്ലല്ലോ. എന്തേ റബീഉൽ മാസം പറഞ്ഞോ നബിദിനം അറിഞ്ഞിരിക്കേണ്ടത്, നബിദിനം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ അന്നെന്തോ പ്രത്യേകിച്ച് അറിയാനുണ്ട് എന്നല്ലേ അർത്ഥം. അന്നെന്തോ അറിയാനുള്ളത് കൊണ്ടാണല്ലോ ഈ മാസത്തിലേക്ക് എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന് ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്നൊന്നും അങ്ങനെ തെളിവില്ലെങ്കിൽ പോലും നല്ലതാണ് എന്ന് വരുത്തി തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം മറ്റവനെ കൊണ്ട് ചോദിപ്പിച്ചത്. അപ്പോഴാണ് പ്രത്യേക പുണ്യം എന്ന് പറഞ്ഞപ്പോ പിന്നെ വിചാരിച്ചു വന്നിടത്തുനിന്ന് വിട്ടു. ഇനിയിപ്പോ തൽക്കാലം ഞങ്ങൾക്ക് പ്രത്യേകം കൽപ്പിക്കലില്ല എന്ന് പറഞ്ഞിട്ട് ആ ചോദ്യം തൽക്കാലം ഒന്ന് കോലം മാറ്റി രക്ഷപ്പെടാൻ പറ്റുമോ എന്നാണ് അമീർ ശ്രമിക്കുന്നത്. അമീർ എനിക്ക് നല്ലത് ഇത് അള്ളാന്റെ ദീനല്ലേ, ആ വക വാശിതൊക്കെ വിട്ടിട്ട് ഒന്ന് നേക്കുന്നതിന് മാന്യമായി ഉള്ളത് പറഞ്ഞിട്ട് അതിനൊരു തെളിവുണ്ടോ എന്ന് നോക്കിയപ്പോൾ 4 ആയത്ത് എന്തിനാ കൊടുത്തത്? 4 ആയത്ത് എന്തിനാ കൊടുത്തത്? പ്രത്യേക പുണ്യം ഉണ്ട് പറയാനോ അതോ പ്രത്യേകിച്ച് പുണ്യം ഇല്ല എന്ന് പറയാനോ? പ്രത്യേക പുണ്യം ഇല്ല എന്ന് പറയാനാണോ പ്രത്യേക പുണ്യം ഉണ്ട് എന്ന് പറയാനാണോ 4 ആയത്ത് തെളിവായിട്ട് ഹമീദ് പൈസ ഇന്ന് എഴുതിയത്? അപ്പൊ അത് തന്നെ മതിയല്ലോ. പ്രത്യേക പുണ്യം ഉണ്ട് എന്നാണ് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും സമൂഹത്തെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ. സമയത്ര എന്ന് ചോദിച്ചപ്പോ സ്ഥലം ചെമ്മാടാണെന്ന് ഉദ്ധരണി വായിച്ചിട്ട് കാര്യമില്ല. ഒരു മിനിറ്റ്. ചിലപ്പോ ചെമ്മാടാന്ന് പറഞ്ഞാൽ മനസ്സിലാവും സമയത്ര എന്നുള്ളത്. കാരണം ആ ബസ് സ്ഥിരമായി 10:10 ചെമ്മാട് എത്തുക, അപ്പൊ മനസ്സിലായി ചെമ്മാട് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സംഗതി മനസ്സിലായി. ചില മനുഷ്യന്മാരെ തലയും പാലും കണ്ടറിയാ ഇത് എവിടുക്കാ പോക്ക്. ചിലപ്പോൾ ഓർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. പറഞ്ഞു കൊടുക്കുന്ന ഉത്തരമായിരിക്കും ഓർക്ക് ആവശ്യമുള്ളത്. ഒരു ചോദിച്ച ചോദ്യത്തിന് ഒരു പക്ഷേ അങ്ങനെ ചോദ്യം 2 കോലത്തിലുണ്ട്. 2 കോലത്തെ ചോദ്യം, ഒന്ന് തിരിയാൻ വേണ്ടി ചോദിക്കാം, മറ്റേ തിരിക്കാൻ വേണ്ടി ചോദിക്കാം. 2 സൈസ് ചോദ്യം ഉണ്ട്. തിരിയാൻ വേണ്ടി ചോദിക്കുമ്പോൾ തിരിയാൻ പറ്റിയ മറുപടി കൊടുക്കും. തിരിക്കാൻ വേണ്ടി ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഉത്തരം എന്താവും, ചിലപ്പോൾ ഒന്നും തിരിച്ചു തിരിക്കാൻ പറ്റിയ രൂപത്തിലാവും. കൊണ്ടുവന്ന വടി വാങ്ങിയിട്ട് അങ്ങനെ അടിക്കാന്നൊരു ഏർപ്പാടുണ്ടല്ലോ. വടി അവനെന്തിനെ കൊണ്ടുവന്നോളന്നില്ല, ഇപ്പൊ മറ്റൊരു കയ്യിലുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ അത് മതിയാവും. അമീറിന്റെ വിഷയത്തിൽ അത് മതി എന്ന് നമുക്ക് പണ്ടേ അറിയുന്നതാണല്ലോ. ശരി, ആ റൂട്ടിലൂടെ ബസ് ഓടണില്ലെങ്കിലോ? അല്ലെങ്കിൽ പോണ വണ്ടി ഉണ്ടാവും. ഇപ്പൊ ഉള്ളത് ബസ് ഓടുന്ന റൂട്ടാണ്. ബസ് ഓടുന്ന റൂട്ടാണ് ഇത്. അതുകൊണ്ടാണ് ചോദിച്ച വിഷയത്തിന് ഒരു ഉദ്ധരണിയും വായിച്ചിട്ടില്ല. അന്ന് നടത്തുന്നതിന് പ്രത്യേക പുണ്യമുണ്ട് എന്നതിന് ഒരു ഉദ്ധരണിയും വായിച്ചിട്ടില്ല. ഇനി ഏതായാലും അവിടെ പോയിട്ട് ബഹാവുദ്ദീൻ ഉസ്താദ് ചോദിച്ചാൽ മൂപ്പര് പറഞ്ഞിട്ടും ബാക്കി അവിടെ ചോദിച്ചാൽ മതി. ബഹാവുദ്ദീൻ ഗുലാവ് ഉണ്ടാവുമല്ലോ, മൂപ്പർ ചോദിക്കാം ഉസ്താദ് വല്ല പുണ്യം ഉണ്ടോന്ന് ചോദിക്കാം. ഇതിന് പ്രത്യേകിച്ച് വല്ല പുണ്യം ഉണ്ടോന്ന് മൂപ്പർ എന്താ പറയാൻ അപ്പൊ നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെ തെളിച്ച മാസികടുത്ത് വായിച്ചു നോക്കിയാൽ അപ്പൊ കിട്ടും ചെയ്യും പ്രത്യേകം ഉണ്ടോ ഇല്ല എന്നുള്ളത്. ശരി, നിങ്ങൾ അടുത്തത് ചോദിച്ചോട്ടെ. സമയം കളയാൻ വേണ്ടി ചോദിക്കേണ്ട ആവശ്യമില്ല. അവിടെ പോയി ചോദിച്ചിട്ട് വരിക പ്രത്യേക പുണ്യം ഉണ്ടോ. നിങ്ങൾ പറഞ്ഞോളുന്നില്ല, 6ാം കൊല്ലമായിട്ടുള്ള അവിടെ. അതുകൊണ്ട് പ്രത്യേക പുണ്യം ഉണ്ടോ എന്ന് അവിടുന്ന് ചോദിച്ച് അന്വേഷിച്ച് പഠിച്ച് വന്നിട്ട് ഉണ്ടെങ്കിൽ പിന്നെ ചോദ്യം ആവശ്യമില്ലല്ലോ. പ്രത്യേക പുണ്യം ഉണ്ടെന്ന് ഉസ്താദ്മാര് പറഞ്ഞാൽ അപ്പൊ ശരി, അപ്പൊ വിദ്യാർത്ഥി മനസ്സിലായി. ഒരു പ്രത്യേക പുണ്യം ഇല്ലെന്ന് എല്ലാ മൂലമാരും പറയുകയാണെങ്കിൽ അപ്പം വിചാരിക്കേണ്ടി പോരി, അപ്പൊ സംഗതി പ്രസന്ധിയും ചെയ്യും. അടുത്ത ചോദ്യം കിടക്കാണ്. അതിന്റെ മുമ്പ് പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിശ്വാസമില്ലെങ്കിൽ അത് ഇസ്ലാമികമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഇതിനെ പറ്റിയല്ല പറഞ്ഞത്. നബിദിനാഘോഷത്തെ പറ്റിയല്ല പറഞ്ഞത്. നബിദിനാഘോഷം എന്ന പേര് വരുമ്പോ തന്നെ പ്രത്യേകമായി. അത് ഞാൻ പറഞ്ഞ കള്ളു കുടിക്കുമ്പോ ഞാൻ കള്ളു കുടിക്കുന്നു വിചാരിക്കേണ്ട ആവശ്യമില്ല, കുടിച്ചാൽ മതി. നബിദിനാഘോഷം എന്ന പേരോട് കൂടി തന്നെ പ്രത്യേകമായി. ഇനി അതിന് പ്രത്യേക പുണ്യം പറയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എന്ത് പറയണം, അങ്ങനത്തെ ആഘോഷവുമില്ല, റബീഉൽ അവ്വലിന്റെ സവിശേഷതയില്ല, കൊല്ലം മുഴുവൻ നബിയെ സ്നേഹിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒന്നായി ആ വിഷയത്തിൽ. അതല്ല നബിദിനാഘോഷം എന്നോ മീലാദുൻ നബി എന്നോ സീറ്റി മിലാദ് എന്നോ ഈറ്റി മിലാദ് എന്നോ ഒക്കെയുള്ള പേര് വരുന്നതോട് കൂടി അത് പ്രത്യേകമായി മാറി, അവിടെ തന്നെ ബിദ്അത്തായി മാറുകയും ചെയ്തു. പ്രത്യേക പുണ്യം ഇല്ലെന്ന് വിശ്വസിച്ചാലും അത് ഇസ്ലാമികമാവൂല എന്നാണ് പറഞ്ഞത്. നബിദിനാഘോഷം
അപ്പോ എല്ലാ വിഷയത്തെ പോലുമല്ല നബിദിനാഘോഷം. നബിദിനാഘോഷം പ്രത്യേക പുണ്യമുണ്ടെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എതിർക്കപ്പെടേണ്ടതാണ്. മറ്റുള്ള മാത്രമല്ല, നബിദിനാഘോഷം മാത്രമല്ല അതിന് നേരത്തെ പറഞ്ഞു, ഞാൻ ആര്യ സ്വലാത്ത് പറഞ്ഞില്ലേ, അതങ്ങനെ തന്നെയാണ്. മമ്പുറത്ത് സ്വലാത്തിനെ പോലെ പറഞ്ഞില്ലേ, അങ്ങനെ തന്നെയാണ്. അതാ മമ്പുറത്തേക്ക് സ്വലാത്തിന് പോകുന്നു എന്ന നെയ്യത്തോട് കൂടി തന്നെ വിധേയത്തായി. ഇനി പ്രത്യേക പുണ്യം വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അല്ലെങ്കിൽ കക്കാട്ടം ചൊല്ലിക്കൂടെ, കുരാട്ടം ചൊല്ലിക്കൂടെ, ഇതിനെ മമ്പുറത്തേക്ക് പോയത്? മമ്പുറത്തേക്ക് പോകുമ്പോ തന്നെ ഓരോ ഉദ്ദേശം എന്താണ്, അതിന് സവിശേഷത ഉണ്ട് തന്നെയാണ്. എന്ന പോലെ നബിദിനാഘോഷം, ജീലാനി ഫെസ്റ്റ് തുടങ്ങി സ്വലാത്ത് ആയിക്കോട്ടെ, നാരിയാ സ്വലാത്ത് എന്ന പേര് വരുന്നതോട് കൂടി തന്നെ പ്രത്യേകമായി കഴിഞ്ഞു. ആ പേര് കൊടുത്ത് അതിന് ഒരു ചേലുംകോലുണ്ടാക്കി ഒരു പുതിയ ഇബാദത്തായി സമർപ്പിച്ചു. അതോടുകൂടി തന്നെ അത് ബിദ്അത്തായി മാറി. പ്രത്യേക പുണ്യമുണ്ടെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും നബിദിനാഘോഷം എതിർക്കപ്പെടേണ്ടതാണ് എന്നാണോ വാദിക്കുന്നത്? നബിദിനാഘോഷവും സമാനമായത്. ആ വിഷയം പ്രത്യേക പുണ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഇല്ലാത്ത ഒരു സംഗതി അത് ചെയ്തു വന്നാൽ അതിനെ എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് പറഞ്ഞത്. സവിശേഷ കൽപ്പിച്ചാലും ഇല്ലെങ്കിലും, സവിശേഷ കൽപ്പിക്കുമ്പോൾ പ്രത്യേക പുണ്യം എന്ന വാക്ക് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സവിശേഷത കൽപ്പിക്കുന്നുണ്ടോ ബിദ്അത്തായി. നബിദിനാഘോഷം ഇപ്പൊ നേരത്തെ വിശദീകരിച്ചത് സവിശേഷത കൽപ്പിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എതിർക്കപ്പെടേണ്ടതാണ് എന്നാണ് വിശദീകരിച്ചത്. ആ പേര് വരുമ്പോ സവിശേഷത കൽപ്പിച്ചു, ഇനി കൽപ്പിക്കണില്ല പറഞ്ഞിട്ട് കാര്യമില്ല. സവിശേഷത കൽപ്പിച്ച അങ്ങേയറ്റം എത്തിയിട്ട് ഇനി അവസാനം ഞാൻ കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. സവിശേഷത കൽപ്പിച്ചു കഴിഞ്ഞു. ഇനി അതൊന്നുമില്ല. ഒരാള് മുഹറം മാസത്തില് എന്ത് ചെയ്യാണ്, നേരം പോയി തെളിയിട്ട് വന്നപ്പോ 2 സ്വലാത്തല്ലി, പിറ്റേന്നും ചൊല്ലി, അതിനടുത്ത ദിവസം ചൊല്ലി, അങ്ങനെ ഇടയ്ക്ക് ചെല്ലലുണ്ട്, ഒരു കുഴപ്പമില്ല. അതാണ് സവിശേഷ കൽപ്പിക്കാതിരിക്കാൻ. ഇത് റബീഉൽ അവ്വൽ എന്ന പേരിട്ട്, മീലാദ് എന്ന പേരിട്ട് ആ രൂപത്തിൽ ആഘോഷമായി വരുമ്പോൾ തന്നെ സവിശേഷത കൽപ്പിക്കൽ പണ്ട് മുദഫർ രാജാവ് ചെയ്തു കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ കൽപ്പിക്കാത്തൊരു കാര്യമില്ല. നിങ്ങളോ ഞാനോ സവിശേഷത കൽപ്പിക്കാതെ കാര്യമില്ല. മുദഫർ രാജാവ് സവിശേഷത കൽപ്പിച്ചു കഴിഞ്ഞു, അത് എഴുതപ്പെട്ട് കഴിഞ്ഞു, അത് പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അത് ആ നിലക്ക് ലോകത്ത് പല ആളുകളും വഞ്ചനയിൽപ്പെട്ട് സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അതോടുകൂടി സവിശേഷത വന്നു. ഇനിയിപ്പോ അതിൽ എന്റെ വക സവിശേഷമൊന്നുമില്ല എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് അർത്ഥമില്ല. ആ പേര് അതിന് പ്രയോഗിക്കുന്നത് കൂടി തന്നെ അത് സവിശേഷമായി മാറി. നബിദിനാഘോഷം സവിശേഷത കൽപ്പിച്ചാലും ഇല്ലെങ്കിലും എതിർക്കപ്പെടേണ്ടതാണ്. മറ്റുള്ള വിഷയങ്ങൾ സവിശേഷത കൽപ്പിച്ചാൽ അതിനെ എതിർക്കപ്പെടണം, അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ടതില്ല. ഈ വിഷയം അങ്ങനെയല്ല പറഞ്ഞത്. മലയാളം മനസ്സിലാവൂലേ? അങ്ങനെയല്ല പറഞ്ഞത്. നബിദിനാഘോഷവും സമാനമായതും അതാണ് ആര്യ സ്വലാത്ത് പറഞ്ഞത്, അതാ മമ്പുറത്തെ സ്വലാത്ത് പറഞ്ഞത്, അതാ തിങ്കളാഴ്ച സ്വലാത്ത് പറഞ്ഞത്. ഏതും ഒരു പ്രത്യേക രൂപത്തിൽ വരുന്നതോട് കൂടി തന്നെ സവിശേഷമായി കഴിഞ്ഞു. മമ്പുറത്തെ സ്വലാത്തിന് പോവാണ് എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞു. ഇനിയിപ്പം ഓനെ ബാറക്കൂലി സ്പെഷ്യലി വിചാരിക്കാതിരിക്കുന്നതോട്ടെ, അങ്ങോട്ട് പോകുമ്പോ തന്നെ ഒരു വിശ്വാസം എന്താണ്, അവിടെ പോയി ചെല്ലും എന്തുകൊണ്ടെന്നല്ലേ. അല്ലെങ്കിൽ ഒരു കക്കാട്ടത്തിന് ചൊല്ലിക്കൂടെ, കൂരാട്ടത്തിന് ചൊല്ലിക്കൂടെ, സുരേങ്ങാണി ചൊല്ലിക്കൂടെ. എന്തിനാ മമ്പുറം തിരഞ്ഞെടുത്തത്? മമ്പുറം തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ സവിശേഷത വന്നു എന്നർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. താബിഈയായ റബീഉ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇറാഖിൽ വെച്ച് ഒരാളെ കാണും. അയാള് ഇഹ്റാമിന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഹജ്ജിനോ ഉംറക്കോ ഇഹ്റാം ചെയ്താലുള്ള വേഷം സ്വീകരിച്ചുകൊണ്ട് അയാൾ നിൽക്കുന്നു. ഹജ്ജിന് സമയമല്ലതാനും. അപ്പൊ ചോദിച്ചു, എന്താണ് ഇദ്ദേഹം ഇങ്ങനെ ഈ വക വസ്ത്രം ധരിച്ചത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, അദ്ദേഹം ഒരു മൃഗത്തെ ബലിയെറുക്കാൻ നേർച്ചയാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് അത് പൂർത്തിയാകുന്നത് വരെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ വേഷം സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഈ മറുപടി കേട്ട റബീഉ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാ, ഫലഖീതു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടി. ഫദകർതു ദാലിക ലഹു, ഞാൻ അദ്ദേഹത്തോട് ഇക്കാര്യം പറഞ്ഞു, ഇങ്ങനെ ആളെ കണ്ടു. എളുപ്പം എന്തേ ഉള്ളൂ, ഒരു ബലിയെടുക്കാൻ തീരുമാനിച്ചു. അത് അറക്കുന്നവരെ അയാള് ചുറ്റിത്തുന്നിയ വേഷമൊക്കെ ഒഴിവാക്കി അല്ലാത്ത വേഷം സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഇക്കാര്യം പറഞ്ഞു. അപ്പോൾ ഫഖാല അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബിദ്അത്തുൻ വറബ്ബൽ കഅബ, അല്ലാഹുവാണ് സത്യം, അത് ബിദ്അത്താകുന്നു. അല്ലാഹുവാണ് സത്യം, അത് ബിദ്അത്താകുന്നു എന്ന് അദ്ദേഹം മറുപടി നൽകി. എന്തുകൊണ്ട് ബിദ്അത്ത്?
ശേഷം വിശദീകരിക്കുന്നു. അങ്ങനെ ബിദ്അത്താണ് എന്ന് അദ്ദേഹം പറയാൻ കാരണം എന്താ? ഫവസഫ ദാലിക അബ്ദുല്ലാഹ് ബിഅന്നഹു ബിദ്അ, ഇത് ബിദ്അത്താണ് എന്ന് പറയാൻ കാരണം അദ്ദേഹം ഈ ചെയ്ത പണി അത് ലമ്മാകാന മൂഹിമൻ അന്നഹു മിനദ്ദീൻ, അത് ദീനിൽപ്പെട്ടതാണ് എന്ന് ഒരു പക്ഷെ വിചാരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ആളുകൾ വിചാരിക്കും ഇങ്ങനെ ദീനിൽ ഏർപ്പാടുണ്ട്. ലഅന്നഹു ഖദ് സബത അന്ന തജറുദ മശ്റൂഉൻ ഫിൽ ഇഹ്റാമി ബിനുസുകിൽ ഹജ്ജ് വൽ ഉംറ, ഹജ്ജിലും ഉംറയിലുമൊക്കെ ചുറ്റിത്തുന്നിയ വസ്ത്രം ഒഴിവാക്കൽ മശ്റൂ ആണ്, നിയമമാക്കപ്പെട്ടതാണ് എന്ന കാര്യം സ്ഥിരപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് ഫൈദാ ഫഅല ഫീ ഗൈരി ദാലിക ഔ ഫൈദാ ഫുഇല ഫീ ഗൈരി ദാലിക, ഇതല്ലാത്ത സമയത്തും അത് ചെയ്താൽ എന്തെയും ഔഹമ മൻ ലാ യഅലമു മിനൽ അവാം, അറിവില്ലാത്ത സാധാരണക്കാർ വിചാരിക്കും അന്നഹു മശ്റൂഉൻ ഫീ ഹാദിഹിൽ ഹാലത്തി, ഈ സമയത്തും അത് ദീനിൽ ഉള്ളതാണ്, അത് ദീനിൽ ശർഅാക്കപ്പെട്ട കാര്യമാണ് എന്ന് വിവരമില്ലാത്ത സാധാരണക്കാർ വിചാരിക്കും. എന്നതുകൊണ്ടാണ് അത് ബിദ്അത്താകുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ പറഞ്ഞത്. എത്ര വ്യക്തമാണ്. അതാണ് ഇസ്ലാമിന്റെ അസ്ല്. അല്ലാഹുവിന്റെ റസൂൽ സവിശേഷമായ സ്ഥലമോ സവിശേഷമായ സമയമോ സവിശേഷമായ എണ്ണമോ സവിശേഷമായ പ്രതിഫലമോ പഠിപ്പിക്കാത്തൊരു സംഗതിക്ക് ഒരുത്തന്റെ വക ഒരു പുതിയ സ്ഥലം തിരഞ്ഞെടുക്കുന്നു, ഒരു പുതിയ എണ്ണം നിശ്ചയിക്കുന്നു, അതിന് പ്രത്യേകമായ കൂലി ഓഫർ ചെയ്യുന്നു എങ്കിൽ ആ പേര് വരുന്നതോട് കൂടി തന്നെ അത് ബിദ്അത്തായി. അതിനാണ് ഞാൻ നാരിയാ സ്വലാത്ത് പറഞ്ഞത്. കാരണം നാരിയാ സ്വലാത്ത് 600 കൊല്ലം മുമ്പ് മൊറോക്കോയിൽ നിന്നുണ്ടായി. മൊറോക്കോയിൽ നിന്ന് 600 കൊല്ലം മുമ്പ് ഇബ്രാഹിമുൻ നാസി ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ മഹത്വം പറഞ്ഞതോ മുടങ്ങാതെ 11 ഓതിയാൽ ഇത് നിത്യവും ചൊരിക്കുന്നതാണ് റിസ്കവന് ഭൂവനം വാനവും, സുബഹിക്കു ശേഷം ആയിരിക്കൽ വേണ്ടതാ എന്നുള്ള നിയമം ഓർത്തവൻ ചൊല്ലേണ്ടതാ എന്നും 11 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ആകാശഭൂമികൾ അവൻ റിസ്ക് ചൊരിഞ്ഞു കൊടുക്കും. പക്ഷേ സുബഹിക്ക് ശേഷമാണ് ചൊല്ലേണ്ടത് എന്ന നിയമം ഓർക്കണം. അപ്പൊ പ്രത്യേക നിയമം വെച്ചു, പ്രത്യേകമായ ഡിമാൻഡുകൾ വെച്ചു. അങ്ങനെ ചെയ്താൽ പ്രത്യേകമായ മഹത്വവും കൽപ്പിച്ചു. അതോടുകൂടി അത് ബിദ്അത്തായി. ഇനി ഞാനൊരു സവിശേഷത കൽപ്പിക്കുന്നില്ല എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് മാത്രം രക്ഷപ്പെടാവതല്ല. ചെറിയൊരു വിശദീകരണം. ഇവിടെ അമീർ മുസ്ലിയാരുടെ സംസാരത്തിൽ നിന്ന് ഈ പൊതുജനങ്ങൾ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ആയിരങ്ങൾ മനസ്സിലാക്കുന്നത്, ഇതുവരേക്കും ഇവിടെ ഈ പൊതുജനങ്ങൾ മൗലിദാഘോഷവും നബിദിനവും കഴിച്ചു വന്നിരുന്നത് അതിന് പ്രത്യേകമായ പുണ്യമുണ്ടെന്നും അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നബിദിനം ആഘോഷിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടും എന്നും വിചാരിച്ചുകൊണ്ടായിരുന്നു ഇവിടെയുള്ള മഹാഭൂരിപക്ഷം. എന്ന് വേണ്ട, നബിദിനം ആഘോഷിക്കുന്ന എല്ലാവരും അതിന് പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന് വിചാരിച്ച് തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ അമീർ മുസ്ലിയാർ സമ്മതിച്ചതിന് പ്രത്യേകമായ പുണ്യമൊന്നും ഞങ്ങൾ കൽപ്പിക്കുന്നില്ല. അങ്ങനെ കൽപ്പിച്ചു എന്നതിന്റെ രേഖയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താ? അങ്ങനെ അവർ പ്രത്യേക കൽപ്പിക്കുന്നില്ല എന്ന. സഹോദരങ്ങളെ, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളോട്, മുജാഹിദുകളായ ആളുകൾക്ക് വളരെ നസീഹത്തോടു കൂടി പറയാനുള്ള ചില കാര്യങ്ങൾ ചോദ്യത്തിന് ഇൻഷാ അല്ലാഹ് അതിനവസരം ഇനിയുമുണ്ട്. നിങ്ങൾ ആലോചിച്ചു, ഇസ്ലാമിലുള്ള പെരുന്നാൾ ആഘോഷം, ആ പെരുന്നാൾ ആഘോഷത്തിന് എന്തൊക്കെയാണ് ഒരു മുസ്ലിം അനുഷ്ഠിക്കേണ്ടത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവനായി പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്നവരാണല്ലോ. കഴിഞ്ഞ പെരുന്നാൾ ആഘോഷത്തെ പോലെ തന്നെയാണ് ഇനിയും വരാനിരിക്കുന്ന പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. അതിന്റെ രാവിലെ എന്ത് ചെയ്യണം? കുളിക്കണം, പള്ളിയിൽ പോകണം, അതുപോലെ തന്നെ നമസ്കരിക്കണം, 2 റക്അത്ത് നമസ്കരിക്കണം. ആ നമസ്കാരത്തിന് പ്രത്യേകമായ തക്ബീറുകൾ ചെല്ലണം. ആദ്യത്തെ റക്അത്തിൽ 7, രണ്ടാമത്തിൽ 5 ചെല്ലണം. അതുപോലെ തന്നെ ഉളുഹിയത്തിന്റെ സമയത്ത് ബലിപെരുന്നാളാണെങ്കിൽ അതിന്റെ പ്രത്യേകമായ സുന്നത്ത്. ഇങ്ങനെ നിരവധി സുന്നത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ നബിദിനം ആഘോഷിക്കുന്ന സഹോദരങ്ങൾ ഒരു നിമിഷം ചിന്തിക്കൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലുള്ള ഇത്രയും വലിയ, അഥവാ ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ ആഘോഷമായ, അല്ലെങ്കിൽ ഇസ്ലാമിലെ ബലിപെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമായി പരിചയപ്പെടുത്തപ്പെട്ട ഈ ആഘോഷ ദിവസത്തിൽ
എന്താണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്? അന്ന് പ്രത്യേകമായി കുളിക്കൽ സുന്നത്തുണ്ടോ? നബിദിനത്തിന് കുളിക്കൽ സുന്നത്തുണ്ടോ? അതുപോലെ തന്നെ നബിദിനത്തിന് പള്ളിയിൽ പോകൽ സുന്നത്തുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് ഉസ്താദുമാരോട് ചോദിച്ചു നോക്കൂ. ഇനി മാത്രമല്ല, ഇസ്ലാമിലുള്ള ഏത് ആഘോഷമാണെങ്കിലും, ബലിപെരുന്നാളും അതുപോലെ തന്നെ ചെറിയ പെരുന്നാളാണെങ്കിലും, അതിനെ സംബന്ധിച്ച് വിശദമായി ഇസ്ലാമിക ചരിത്രത്തിലും അതേപോലെ തന്നെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളായിട്ടുള്ള വിശുദ്ധ ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിലും സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സഹീഹുൽ ബുഖാരിയിലോ സഹീഹ് മുസ്ലിമിലോ ഏതെങ്കിലും ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ മൗലിദ് ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ്, കൈഫിയത്ത് ഇഹ്തിഫാലിൽ മൗലിദ്, മൗലിദ് ആഘോഷത്തിന്റെ രൂപം വിശദീകരിക്കുന്ന ഒരു അധ്യായം, ഒരൊറ്റ അധ്യായം നിങ്ങൾ ഇവിടെ ചെമ്മാട് അടുത്താണല്ലോ, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ സ്ഥാപനങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾ പോയി നിങ്ങളുടെ ഉസ്താദുമാരോട് വളരെ വിനയത്തോടു കൂടി നിങ്ങൾ ചോദിക്കണം, ഉസ്താദെ നമ്മൾ ബലിപെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമായി പരിചയപ്പെടുത്തിയ, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദറിനേക്കാൾ വലിയ ആഘോഷ ദിവസമായി കൊണ്ട് പരിചയപ്പെടുത്തിയ ഈ ദിവസത്തിന്റെ ഇതിലെന്തൊക്കെ ചെയ്യണമെന്ന് ഏതെങ്കിലും ഒരു ഹദീസിന്റെ കിതാബിൽ അത് വിശദീകരിച്ചിട്ടുണ്ടോ ഉസ്താദെ? നിങ്ങളൊന്ന് ബഹുമാനപൂർവ്വം ചോദിക്കണം. ഇവിടെ അമീർ മുസ്ലിയാരുടെ സംസാരത്തിൽ അൽഹംദുലില്ലാ ഈ കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് ഒരു സത്യം മനസ്സിലായി, അല്ലെങ്കിൽ ആളുകൾ ഇതുവരെ തിരിച്ചറിഞ്ഞിരുന്ന ആളുകൾ മനസ്സിലാക്കിയിരുന്നതിന് വിരുദ്ധമായി അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു പ്രത്യേകതയും ഇവിടെ ആരും കൽപ്പിക്കുന്നില്ല. അങ്ങനെ പ്രത്യേകത കൽപ്പിച്ചതിന്റെ തെളിവ് ഇങ്ങോട്ടാണ് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ സാധാരണക്കാരെ ആളുകൾ മനസ്സിലാക്കണം, ഇത് ഇസ്ലാമികമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ അമീർ മുസ്ലിയുടെ സംസാരം നിങ്ങൾക്കൊരു കാരണമാകട്ടെ എന്ന് മാത്രം ഈ വിഷയമായി സൂചിപ്പിക്കാം. അടുത്ത ചോദ്യം. ഒരാള് നിസ്കരിക്കുക, മറ്റൊരാൾ നിയ്യത്ത് വെക്കുക എന്നൊരു പരിപാടിയില്ല. നിസ്കരിക്കുന്ന വ്യക്തി തന്നെ നിയ്യത്ത് വെക്കണം. ഞങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ സവിശേഷത കൽപ്പിക്കേണ്ടത് സുന്നികളാണ്, ചെയ്യുന്നവരാണ് സവിശേഷത കൽപ്പിക്കേണ്ടത്. ചെയ്യുന്ന ഞങ്ങൾ നൽകാത്ത, ഞങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരു സവിശേഷത നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നതിന് തെളിവ് വേണം. അതിനുള്ള തെളിവ് ഇതുവരെ ഉദ്ധരിച്ചിട്ടില്ല. റബീഉൽ അവ്വൽ മാസത്തിൽ നടത്തുന്നതിന് പ്രത്യേക പുണ്യമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അതാണ് പക്ഷേ കാലങ്ങളായിട്ട് ഇത്രയും സമയം ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞിട്ട് അമീർ മുസ്ലിയാർ കേട്ടോന്ന് എനിക്കറിയില്ല. ലൈലത്തുൽ ഖദറിനേക്കാളും കൂടുതൽ പുണ്യമുള്ള ആഘോഷമാണ് എന്ന് പറയുന്നത് ഇവിടെ കൂടിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് മനസ്സിലായി, അതിന് സവിശേഷത ഉണ്ട് എന്ന് പറയലാണ്. ബലിപെരുന്നാളിനേക്കാളും പ്രത്യേകമായ സവിശേഷമായ ആഘോഷമാണ് എന്ന് പറയുന്നതിലൂടെ അതിന് പ്രത്യേകതയുണ്ട് എന്നാണ് സമൂഹത്തെ പഠിപ്പിച്ചതെന്ന് ഇവിടെ കൂടിയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായി. ഇതൊരു തർക്കത്തിന് വേണ്ടിയല്ല അമീർ മുസ്ലിയാരെ. വാക്കുകളിൽ തൂങ്ങി നമ്മള് പിന്നെ സാധാരണ സ്ഥാപനത്തിലൊക്കെ ഈ മന്തിക്ക് പഠിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പഠിക്കാനല്ല. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ടുള്ളത് ഈ ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ ചോദിച്ചതിന് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് തന്നെ ഇത് ലൈലത്തുൽ ഖദറിനേക്കാൾ സവിശേഷമുള്ള ആഘോഷമാണ് എന്ന് പറഞ്ഞു. എന്തടിസ്ഥാനത്തിലാണ് ലൈലത്തുൽ ഖദറിനേക്കാളും സവിശേഷമായ ആഘോഷമാണെന്ന് പറഞ്ഞത്? പ്രത്യേകത ഉണ്ടായതുകൊണ്ടാണോ അല്ലാത്തത് കൊണ്ടാണോ? ഇവിടുത്തെ ആളുകൾക്കൊക്കെ അത് വ്യക്തമാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നേരത്തെ അമീർ മുസ്ലിയാർ വന്നപ്പോൾ തന്നെ പറഞ്ഞത് വേറൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. മുന്നത്തെ ആള് ചോദിച്ച ചോദ്യത്തിന്റെ അനുബന്ധമായി ഞാൻ ആദ്യം ചോദിക്കുകയാണെന്നാ. അപ്പൊ നേരത്തെ ഉദ്ദേശിച്ച വേറെ ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്ത് ചെയ്യാ, അമീർ മുസ്ലിയാർ പിന്നെ ഒഴിഞ്ഞു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വ്യക്തമാണ്. നിങ്ങൾ പറഞ്ഞതിൽ നിന്നും ഇവിടെ മറുപടി നൽകിയതിൽ നിന്നും അതേപോലെ തന്നെ ഇതിന് സവിശേഷത ഉണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നു എന്നതുകൊണ്ടാണ് ഈ ഒരു റബീഉൽ അവ്വൽ മാസം പിറന്ന അന്ന് പോലും പിന്നെ ബഹുമാനായ അമ്പലക്കടവ് ഫൈസി പ്രത്യേകമായിട്ട് ലേഖനം എഴുതിയത് അത് തുടരുമെന്ന് കാണുന്നുണ്ട്. നേരത്തെ കരുതി വന്നൊരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം ചോദിക്കാനുള്ള അവസരമാണ്. അതല്ലെങ്കിൽ വേറൊരാൾക്ക് സമയം കൊടുക്കേണ്ടി വരും. നേരത്തെ ഇവിടെ വായിച്ച ഉദ്ധരണി ശരിക്കും ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അമീർ സാർ ഒരു മിനിറ്റ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, നമ്മുടെ ബഹുമാന സഹോദരൻ അമീർ ഉസ്താദ് ഇവിടെ പറയുകയുണ്ടായി, ഇതുവരെ സമസ്തക്കാരിലെ ഒരു വിഭാഗവും പറയാത്ത പുതിയൊരു വാദം ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ ആരും ഇതുവരെ ഒന്നും കേട്ടിട്ടില്ല. അല്ല സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മുടെ സമസ്ത മുസ്ലിയാക്കന്മാരായ സക്കാഫിമാരാകട്ടെ വൈശ്യമാരാകട്ടെ ആരായിരിക്കും
ഏകദേശം 10ഓളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും ഈ നബിദിനാഘോഷത്തിന് ഇത് പുണ്യമാണ്, അല്ലെങ്കിൽ ഈ രീതിയിൽ കാണുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്ന് കാണുന്ന സ്നേഹം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ നിന്നും ധാരാളം ആയത്തുകൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ധാരാളം ഹദീസുകൾ, അതേപോലെ തന്നെ സ്വപ്നകഥകളും കെട്ടുകഥകളുമായിട്ട് ഒരുപാട് കഥകൾ. ഇത് എന്തിന്റെ പേരില? ഒരു വെറുംപടിന്റെ പേരില് ഇന്ന് നോക്കൂ സഹോദരന്മാരെ, ഇന്നത്തെ പത്രത്തിൽ കാണാം ഖാദിമാർ പ്രഖ്യാപിച്ചു ഇന്ന് റബീഉൽ അവ്വൽ 1 എന്തിന്റെ പേരിൽ? ഒരു വെറുംപണിന്റെ പേരിൽ. എന്റെ സഹോദരന്മാരെ, നിങ്ങൾക്കറിയില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. എന്റെ പ്രിയപ്പെട്ട സുന്നി സഹോദരന്മാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ മൗലൂദാഘോഷത്തിന്റെ ചോറുമായി, നേർച്ച ചോറുമായി, ബർക്കത്തിന്റെ ചോറുമായി ഒരാൾ വരുമ്പോ അതിൽ നിന്നും ഒരാൾ ഞാനത് കഴിക്കുന്നില്ല, എനിക്കത് പാടില്ല, ഞാനത് കഴിക്കാൻ പാടില്ല എന്ന് മാറിന്നാൽ, എന്താ ഒരു നേർച്ച ചോറ് ഇന്നാത്തൊരു ചങ്ങായി, സുന്നത്തിനോടൊന്നും പ്രതിബദ്ധമില്ലേ എന്ന് ചോദിക്കുകയില്ലേ? നേരെ മറിച്ച് ഒരാളെ കല്യാണത്തിന് വിളിച്ചു, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ, ഓ സുന്നത്ത് എടുക്കാത്തവരെന്ന് പറയാറുണ്ടോ? നേരെ മറിച്ച് ഇവിടെ പായസങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു, റാലികൾ സംഘടിപ്പിക്കുന്നു. ഞാനിതിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചൊല്ലുന്ന മൗലിദുകളിൽ നിന്നും മാറി നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയാറുള്ളത്? നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ. എന്തേ മുസീബത്ത് നീങ്ങുന്നു? അതെന്താ പോരിശിയല്ലേ? റസൂലുള്ളാഹിന്റെ മൗലിദിനെ കുറിച്ച് പറഞ്ഞതല്ലേ? സഹോദരന്മാരെ, എനിക്ക് പറയാനുള്ളത്, ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അറിയാം എന്താണ് ഇതിന് പുണ്യമുണ്ട് എന്ന്. ശ്രേഷ്ഠമായ രാവ് കാലത്തിന് സ്വയം മഹത്വമില്ലെന്നും അതിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് രാപ്പകലുകളുടെ ശ്രേഷ്ഠതയ്ക്ക് മാനദണ്ഡമായുള്ള വീക്ഷണപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച രാവാകുന്നു ഏറ്റവും അനുഗ്രഹീതമായ രാവ്. ലൈലത്തുൽ ഖദറിനേക്കാൾ അതിന് ശ്രേഷ്ഠതയുണ്ടെന്നാണ് ഇമാമുമാർ അവകാശപ്പെടുന്നത്, പഠിപ്പിക്കുന്നത്. സഹോദരന്മാരെ, എന്തായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഒരു വെറും പണിക്ക് വേണ്ടി, ഏതുപോലെ ഒരു ശ്രേഷ്ഠതയുള്ള ഒരാൾ ഇങ്ങനെ പച്ചവെള്ളം കുടിക്കണ പോലെയുള്ള ഒരു പണിയാണ് വെറും പണി. സമസ്തക്കാർ ഇതുവരെ ആരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഈ നിൽക്കുന്ന ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. പുതിയ പുതിയ വാദങ്ങൾ. ആരാണ് ഈ അമീർ ഉസ്താദ്? ചില്ലറക്കാരനല്ല, ദാറുൽ ഹുദയിൽ ഒരുപാട് കാലം പഠിച്ച്, അതേപോലെ തന്നെ ഇപ്പോഴും അവിടെ പഠനം തുടങ്ങിയ ഒരു മുതിർന്ന വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥിയിൽ നിന്നാണ് എന്റെ പ്രിയപ്പെട്ട സമസ്തക്കാരെ, സുന്നി സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് നടത്തുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആവേശപൂർവ്വം ഇന്ന് ഒന്നായല്ലോ, ഇനി നിങ്ങൾക്ക് റാലികൾ സംഘടിപ്പിക്കണം, അതേപോലെ തന്നെ പരിപാടികൾ സംഘടിപ്പിക്കണം, മൗലിദുകൾ സംഘടിപ്പിക്കണം, അതേപോലെ തന്നെ ഒരുപാട് മാലമൗലിദുകളും ഒരുപാട് ദിക്ർ ദുആകളും ചെല്ലാനുണ്ട്. വേണ്ട, ഒഴിവാക്കിയേക്ക്. ഒരു കാര്യമില്ലാത്ത, ഒരു പുണ്യമില്ലാത്ത കാര്യമാണ് എന്നാണ് നമ്മുടെ ഉസ്താദ് പറയുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് എന്ന് കൂടി കൂട്ടിച്ചേർക്കും. എന്നെയും സ്ഥാപനത്തെയും പരിചയപ്പെടുത്തിയതിന് നന്ദി. ഇനി ഇതിന്റെ വിഷയം ഞാൻ പറഞ്ഞ വിഷയങ്ങൾ 2 തലത്തിലുള്ളതാണ്. രണ്ടിനെയും കൂട്ടിക്കിഴച്ച് ഒന്നാക്കുന്ന രീതി ശരിയല്ല. രണ്ടും 2 വിഷയങ്ങളാണ്. ഒന്ന്, ഈ ദിവസത്തിന് പ്രത്യേക പുണ്യമുണ്ടോ ഇല്ലേ എന്നാണ്. അത് പുണ്യമുണ്ട്, ലൈലത്തുൽ ഖദറിനേക്കാൾ പവിത്രതയുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഇനി മറ്റൊരു വിഷയം, ഈ ദിവസത്തിൽ രണ്ടും 2 വിഷയങ്ങളാണ്. രണ്ടിനെയും പരസ്പരം കൂട്ടിക്കിഴക്കരുത്. ഒന്നാമത്തെ വിഷയം ഈ രാത്രിക്ക് പുണ്യമുണ്ടോ ഇല്ലേ? പുണ്യമുണ്ട്. ഈ ദിവസത്തിന് പുണ്യമുണ്ടോ ഇല്ലേ? പുണ്യമുണ്ട്. രണ്ടാമത്തെ വിഷയം, ഈ ദിവസത്തിൽ ഈ പരിപാടി നടത്തുന്നതിന് പ്രത്യേക പുണ്യമുണ്ടോ ഇല്ലേ എന്നത് രണ്ടാമത്തെ വിഷയമാണ്. ഈ രാത്രിക്ക് പുണ്യമുണ്ട്, ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമുണ്ട് എന്ന് സുന്നികൾ പറയുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ദിവസത്തിൽ ഈ പരിപാടി നടത്തുന്നതിന് പ്രത്യേക പുണ്യമുണ്ടോ ഇല്ലതാണ് തർക്ക വിഷയം. ഉദാഹരണത്തിന്, പെരുന്നാൾ ദിവസത്തിന് പുണ്യമുണ്ട് എന്ന് സുന്നികൾ പറയുന്നു. പെരുന്നാൾ ദിവസത്തിൽ 2 റക്അത്ത് പ്രത്യേകമായിട്ട് നിർവഹിക്കൽ സുന്നത്തില്ല എന്ന് സുന്നികൾ പറയുന്നുണ്ട്. പെരുന്നാൾ നിസ്കാരം അല്ലാത്ത പ്രത്യേക വേറെ നിസ്കാരം കേട്ടോ. പെരുന്നാൾ നിസ്കാരത്തിന് പുണ്യമുണ്ട്. റബീഉൽ അവ്വൽ 12 പുണ്യമുണ്ട്. റബീഉൽ അവ്വൽ 12 നടക്കുന്ന പരിപാടിക്ക് അതിന് പ്രത്യേക പുണ്യമുണ്ടെന്ന് സുന്നികൾ എവിടെ പറഞ്ഞു? എന്തായാലും ഇനി എവിടെ പറയേണ്ട ആവശ്യമില്ല. നീ എവിടെയും പറയേണ്ട ആവശ്യം. നീ പോകുമ്പോ ബാക്കി നാട്ടിൽ നിൽക്കുള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ ഒരാൾ നിസ്കരിക്കാൻ മറ്റോ നെയ്യത്തില്ലാന്ന്. ചിലപ്പോ നെയ്യത്ത് ബാക്കിലുള്ളവരെ മനസ്സിലാവും. ചില പണി കാണാൻ ലോഹയ്ക്ക് മനുഷ്യന്മാർ നിസ്കരിക്കും, ലോഹറാണ്.
പക്ഷെ രണ്ടാമത്തെ റക്അത്ത് കഴിഞ്ഞ് റുക്കൂഇൽ എടുക്കുമ്പോൾ കൈയിങ്ങനെ പൊന്തിക്കും. അപ്പോഴാദ്യം ഓൻ നീക്ക് സുബഹിക്കാണ് സംഗതി വാൻ കലാവ് വിട്ട ഏത് പറഞ്ഞ ഏർപ്പാടാണ് ഇപ്പൊ മനസ്സിലായത്. ഇതുവരെ വിചാരിച്ച പ്രത്യേക പുണ്യം ഇല്ലാതെ മൂപ്പര് വിശ്വാസം. ഇപ്പൊ പറഞ്ഞ പ്രത്യേക പുണ്യമുണ്ട്. ആ പ്രത്യേക അതിനേക്കാളും പുണ്യം ആയിക്കോട്ടെ. ഇനി ശരി, ഇനി ഇങ്ങോട്ട് കാര്യം ചോദിക്കട്ടെ. ഇനി പെരലും മുഖാമുഖാണ്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കണം. പറഞ്ഞതുകൊണ്ട് മാത്രം ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുണ്ട് എന്ന് പറഞ്ഞു. ലൈലത്തുൽ ഖദറിന് പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ചത് അള്ളാഹുവാണ്. അള്ളാഹിന്റെ വഹി പ്രകാരം അവന്റെ റസൂലാണ്. നബി ജനിച്ച ദിവസത്തിന് ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ചത് അള്ളാഹുവാണോ റസൂലാണോ ഇനി അതല്ല സ്വഹാബിമാരാണോ? ആരാണ് ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമാണ് പഠിപ്പിച്ചത്, എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞെടുത്താൽ ഈ നാട്ടിലേക്ക് അതും കൂടി പഠിക്കാമായിരുന്നു. മുഖാമുഖാവുമ്പോ ഇവിടെ ഇരിക്കണോല് ചോദ്യം, അവിടെ ഇരിക്കണോല് ഉത്തരം. ഇനി നിങ്ങളെ ചെലവില് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരിപാടി നടത്തുകയാണെങ്കിൽ ഞാൻ അവിടെ വെച്ചിരുന്നിട്ട് ഉത്തരം പറഞ്ഞോളാം. നിങ്ങൾ ഇവിടെ ശരി, ഞങ്ങളെ ചെലവിൽ ഈ പറഞ്ഞ പൊള്ള് സ്ഥാപിക്കാൻ കഴിയില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഇസ്ലാമിന്റെ പേരിൽ ഏറ്റവും വലിയ നുണയാണ് സംശയം. ഈ നാട്ടിലെ മുഴുവൻ സാക്ഷിയാക്കി പറയാം. നിങ്ങൾക്ക് നാട്ടിൽ സ്റ്റേജിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അള്ളാഹു തആല പറഞ്ഞത്, അവന്റെ റസൂല് പറഞ്ഞത് ഈ ദിവസം ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാകും എന്ന് പറഞ്ഞത്? ഒരു ദിവസത്തിന് പുണ്യമുണ്ടാകണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിക്കണം, അവന്റെ റസൂല് പഠിപ്പിക്കണം. അല്ല ആർക്കാ ഇവിടെ ദീന് പറയാൻ അധികാരമുള്ളത്? ആർക്കധികാണ്? നിങ്ങൾ ഞാൻ ധൈര്യമായി തീർത്തു പറയുന്നു, ഖിയാമത്ത് നാൾ വരെ നിങ്ങൾ എന്നല്ല ഒരൊറ്റ മുസ്ലിരെ കൊണ്ടും ഈ ശുദ്ധ നോണ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞ പച്ചപ്പുള്ള് ഒരിക്കലും സ്ഥാപിക്കാൻ കഴിയില്ല. ഇസ്ലാമിന്റെ പേര് ആണ്ട് വിടലെ പെടുന്നു. ഇതാണ് എല്ലാവരും അവസ്ഥ. പോലെമാരെ പറഞ്ഞു നാട്ടുകാരെ മനസ്സിലായിക്കൊള്ളു. ഇതാ പണി. അങ്ങോട്ട് പൊട്ടിക്കാം, എന്നിട്ട് പിന്നെ ചോദിക്കുമ്പോ അതൊക്കെ പിന്നെ പറഞ്ഞു.